ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ വനത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-70 കിലോമീറ്റർ ദൂരെയുള്ളൊരു ക്ഷേത്രത്തിൽ പോവുകയാണേ. അപ്പം പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ, ഷോർട്ടായിട്ടേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പുപ്പൻ കാവ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ എത്തി താഴോട്ട് ഈ ക്ഷേത്രത്തിലോട്ട് ഇറങ്ങിപ്പോവാണ്. ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളുമായിരുന്നു. കറക്റ്റ് ഒരു വനത്തിൻ്റെ അകത്ത് തന്നെയാണ്. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ താണ്ടിയാണ് വന്നത്. അപ്പോൾ അവിടെ ഒന്നും എത്തിയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയാത്ത കാരണം ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ താഴോട്ട് വരുന്നത്. വന്ന് ആദ്യം കാണുന്നത് കുറേ അധികം കുരങ്ങും കോഴിയും ഒക്കെയാണ്. അപ്പോൾ അവിടെ തന്നെ അവരെ തന്നെ ആണെന്ന് തോന്നിയും അവലും മലരും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അത് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, അപ്പച്ചി അവിടെ ഇഷ്ടംപോലെ കുഞ്ഞു കുരങ്ങുകളൊക്കെ ഇരിക്കുന്ന കണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നെല്ലാം കണ്ടതിന് ശേഷം അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും ഉള്ളിലായതുകൊണ്ട് ഇത്രയും തിരക്ക് കാണുമെന്നൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം എടുത്ത് ആ ഒരു പൂജ കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ വിഗ്രഹങ്ങൾ. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കതില്ല. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. അവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് ഈ താമ്പൂലം പൂജയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളുടെയും മുന്നിൽ കൊണ്ടുപോയി തൊഴുത് കറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് സമർപ്പിക്കുകയാണ്. അതുപോലെ അവിടെ ഒരു പ്രത്യേകതയായിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാ അമ്പലത്തിലും ഒരു കല്ല് മാത്രം വിഗ്രഹമായിട്ട് കാണും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ആ കല്ലിൽ എന്താണോ അവർ പറയുന്നത് അത് ബാക്കിൽ ഇങ്ങനെ ഒരു ചിത്രമായിട്ട് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാടിൻ്റെ അകത്തായതുകൊണ്ട് നല്ല തണുപ്പും നല്ലൊരു ഫീലായിരുന്നു. ഒരു പ്രത്യേക നമ്മൾ സാധാ അമ്പലങ്ങളിലൊന്നും പോകുന്ന പോലെ അല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് ഫുള്ള് എല്ലായിടവും കറങ്ങി. പിന്നെ ഇവിടെയാണ് ആ താമ്പൂലം നമ്മൾ സമർപ്പിക്കുന്ന സ്ഥലം. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടനും എൻ്റെ ആങ്ങളെയും കൂടെ അവിടെ അത് സമർപ്പിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണും മാമനും കൂടെ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ മാറിയിരിക്കുമായിരുന്നു. കുറേ സമയം നമ്മൾ അവിടെ വരി നിന്നിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിന് വിശപ്പായി. അപ്പം അയാൾ തന്നെ പറയുന്നത് കേൾക്കാം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കഞ്ഞി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുവാണ്. അവിടെ വലിയ കടകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ അമ്പലത്തിൽ തന്നെ അന്നദാനമുണ്ട്. അവിടെ കഞ്ഞിയും പയറും ഒരച്ചാറും കൂടെ അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഞ്ഞിയും പയറും എല്ലാം കഴിച്ച്. അപ്പോൾ അവിടെ നിന്ന് ആരണ്ണം പറഞ്ഞു ഇവിടെ താഴെ ഒരു പുഴയുണ്ട്, അവിടെ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോയി. ഇപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് അതിൽ വെള്ളം വളരെ കുറവാണ്. അല്ലാത്ത സമയത്ത് നല്ല വെള്ളം വരികയും അതിൽ കൂടെ ആന പോവുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നവർ. അങ്ങനെ അതുമൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ചെറിയ ഷോർട്ടായിട്ട് വീഡിയോ എടുത്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കൂടെ കമൻറ്റ് ചെയ്യണം. ഇല്ലാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം. ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ.